നമുക്കെല്ലാവർക്കും ഏറെ വളരെ ദുഃഖത്തിനിടയാക്കിയ ഒന്ന് രണ്ട് സംഭവങ്ങൾ റീസെൻ്റ്ലി നടന്നു അല്ലേ. അതിലേറ്റവും ഒരു സംഭവം വളരെയധികം ഖേദത്തോടു കൂടി അതിനെപ്പറ്റി 2 വാക്ക് പറയുകയാണ്. നമുക്കാർക്കും മുൻപരിചയം ഇല്ലെങ്കിൽ പോലും നമ്മുടെ എല്ലാവരുടെയും ഹൃദയം തകർത്തുകൊണ്ട് നമ്മുടെ എന്താ പറയുക അഴുക്കുചാലിൽ വീണ് മരണപ്പെടാൻ ഇടയായ നമ്മുടെ ജോയ് എന്ന് പറഞ്ഞ ചേട്ടന് വേണ്ടിയിട്ട് ഒരു നിമിഷം ഹൃദയം തുറന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിന് വേണ്ടിയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു അഴുക്കുചാലിൽ ഇറങ്ങേണ്ടി വന്നതും തെന്നി വീഴേണ്ടി വന്നതും ഇങ്ങനെയൊക്കെ ഒരു ദുരന്തം സംഭവിച്ചതും. ഏറെ ദുഃഖത്തോടു കൂടി തന്നെ ഏറെ പ്രാർത്ഥനകളോടുകൂടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ ഒരു ആത്മാവിന് വേണ്ടിയിട്ട്. അതുപോലെ ഒരുപാട് ദുഃഖപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കാണുകയും നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കാം. നമുക്ക് ആർക്ക് എന്ന് നാളെ ഒന്നും സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ഓരോരുത്തർക്കും എന്താ പറയുക ഓരോരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ആർക്കും എന്ത് സംഭവിച്ചാലും ആരുടെയും ജീവനും അതുപോലെ തന്നെ ഒരു ദുരന്തങ്ങളൊന്നും സംഭവിക്കില്ലെന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നുള്ളൂ. ഒന്നും കാണാൻ നമുക്കുള്ള ത്രാണിയില്ല. കാരണം ഈയിടെ ഇപ്പോൾ ഒരു അമ്മയും മകനും കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചു, വീടിൻ്റെ ഭിത്തി ഇടിഞ്ഞു വീണ് മരിച്ചു. ഞങ്ങളൊക്കെ പഴയ വീട്ടിൽ തന്നെയാണ്, ഇത് നമ്മുടെ വീട്ടിലും സംഭവിക്കാം. പക്ഷേ എങ്കിൽ അത് കേട്ടതോടുകൂടി അതിലേറെ അതുപോലെ ഒരുപാട് നമ്മളിപ്പോൾ ഒരു റീൽസ് എടുക്കുമ്പോൾ പോലും ഒരുപാട് എനിക്കറിയില്ല. അപ്പോൾ പറയും ഞാൻ മാത്രമാണോ ഇങ്ങനെ സങ്കടപ്പെടണം, നിനക്ക് മാത്രമുള്ളോ സങ്കടം? എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ഇതൊക്കെ കാണുമ്പോൾ സങ്കടമുണ്ട്. എനിക്ക് ഒരു രൂപ പോലും ചിലപ്പോൾ ഞാൻ നേരിട്ട് കാണുമ്പോൾ വഴിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുക്കല്ലേ എന്ന് പറഞ്ഞാലും പൈസ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദൂരെ ഇപ്പോൾ അയച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു അസുഖമാണ്, അല്ലെങ്കിൽ ഒരു ക്യാൻസറാണ്, അല്ലെങ്കിൽ മറ്റുള്ളൊരു ഓപ്പറേഷന് വേണ്ടി പൈസ വേണം എന്നൊക്കെ പറയുന്നിടത്ത് കൊടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. അതൊക്കെ കാണുമ്പോൾ ഏറെ ഒരുപാട് വീഡിയോസ് റീൽസ് ആയാലും ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ തരണം ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുക്കുന്ന ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിലുണ്ട്. അബ്സല്യൂട്ട്ലി എന്താ പറയുക ഒരു ബിഗ് സല്യൂട്ടാണ് അങ്ങനെയുള്ളവർക്ക് ഞാൻ തരുന്നത്. സത്യം എനിക്കൊക്കെ 1 രൂപ ഇപ്പം എൻ്റെ ഇപ്പം പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ ഒരു 10 രൂപ കയ്യിലുണ്ടെങ്കിൽ പോലും നമുക്ക് 10 രൂപയോ 200 രൂപയോ ആയിട്ടൊക്കെ അയക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം ആയിരിക്കില്ല അത്. നമ്മുടെ വീട്ടിൽ ഒരു 10-9 രൂപയായിട്ട് നമ്മളെങ്ങനെ അയക്കും? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കാണാൻ നോക്കുമോ അതിലേക്ക് പോകുമോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അധികം പൈസ നമ്മുടെ കയ്യിൽ വന്നാൽ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമുക്ക് അതിലേറെ ചിലവുകൾ ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെ പോകും. അപ്പോൾ ഞാൻ ആലോചിക്കും ഇങ്ങനെയുള്ളതൊക്കെ സഹായിക്കണം, പൈസ ഉള്ളപ്പോൾ സഹായിക്കണം. ഓക്കെ, കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇതായിപ്പോയി. അപ്പോൾ എന്നും ഇങ്ങനെ ദുരന്തപൂർണമായ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഏറെ ദുഃഖകരമാണത്. എൻ്റെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയുള്ള കാലങ്ങളൊന്നും ആർക്കും ഒരു ദുരന്തമോ അല്ലെങ്കിൽ മരണം സംഭവിക്കേണ്ടെന്നല്ല. ഒരു ജനനമുണ്ട്, ഒരു മരണമുണ്ട്. പക്ഷേ എന്താ പറയുക ഒരു അസ്വാഭാവിക മരണം, എന്താ പറയുക അൺനാച്ചുറലായിട്ടുള്ള ഒരു ഡെത്ത് അതൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് കണ്ടു നിൽക്കാനായിട്ട് നമുക്കത് താങ്ങാനായിട്ടാവില്ല. എന്ന് വെച്ച് പ്രായമുള്ളവരെല്ലാവരും മരിച്ചു പോകാൻ ആഗ്രഹിച്ചിട്ടല്ല. എങ്കിലും ഏറെ വിഷമമുള്ള കാര്യമാണത്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ ജോയ് ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ആ ഒരു അഴുക്കുചാലിൽ ജോയ് ചേട്ടനെ ജീവനോടെയോ അല്ലെങ്കിൽ ജീവനില്ലാത്ത ബോഡിയോ എന്താണ് കിട്ടുക എന്ന് നമുക്കറിയില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആ ഒരു അഴുക്കുചാലിൽ ഇറങ്ങാൻ കാണിച്ച സഹോദരങ്ങൾ, ചേട്ടന്മാർ, അനിയന്മാർ, നമിക്കും അവർക്കും എഗെയിൻ എ ബിഗ് സല്യൂട്ട് ടു ദം. സത്യം
മനസ്സറിഞ്ഞ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാനൊക്കെയാണ് അങ്ങനെ ഇറങ്ങുമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്നെക്കൊണ്ട് സാധിക്കില്ല അങ്ങനെ ഇറങ്ങാനായിട്ട്. പക്ഷേ ഇറങ്ങേണ്ടി വന്നാൽ ഇറങ്ങും, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ ഇറങ്ങിയ ആ ഒരു മനസ്സുണ്ടല്ലോ, ഒരാളുടെ ജീവന് വേണ്ടി ആണിട്ടാണെങ്കിലും പറയാൻ പോലും നമുക്ക് പറ്റില്ല. മനുഷ്യ വിസർജ്യം ഉൾപ്പെടുന്ന അഴുക്ക് ചാലിൽ ഇറങ്ങി മുങ്ങി തപ്പി അത്രയും കഷ്ടം നെഞ്ചോട് ചേർക്കണം. നമ്മൾ അങ്ങനെയുള്ളവരെ ആദരിക്കണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. സത്യം. എനിക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പം ഇത് മാത്രമല്ല, ഇങ്ങനൊരു സംഭവം മാത്രമല്ല. എന്താ പറയുക, ടോയ്ലറ്റിൻ്റെ ടാങ്ക്സിൽ ഇറങ്ങുന്നവർ, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ളവർ ഒക്കെ, എല്ലാവരും ഓരോ മേഖലയിലും ഓരോ വ്യക്തികൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ വാല്യൂ കൊടുത്തേ മതിയാവൂ. അപ്പോൾ ഈ പറഞ്ഞ ചേട്ടന്മാരെയൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല, അനിയന്മാരും ചേട്ടന്മാരൊക്കെ, നമ്മളവരെ അങ്ങനെയുള്ളവരെ നെഞ്ചോട് ചേർത്ത് അവർക്ക് ബഹുമതി നൽകണം. ഓക്കെ. അപ്പം ഞാൻ സർവേ വർക്കിന് പോയിരുന്നു. ഇപ്പം തൽക്കാലം വർക്ക് ഇപ്പോൾ ജസ്റ്റ് നിന്നിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ കണ്ടൊരു കാര്യമാണ് കേട്ടോ. ഒരു ആൺകുട്ടി, ഒരു 10-12 വയസ്സ് 13 വയസ്സൊക്കെ, എൻ്റെ മോളുടെ പ്രായമൊക്കെ, അതിൻ്റെ അച്ഛൻ കണ്ണ് കാണാൻ പാടില്ല. അപ്പം ജാതി പറഞ്ഞതല്ല, എന്നാലും ഞാൻ പറയുകയാണ്, മുസ്ലിമാണ്. അത് ജാതി പറഞ്ഞായിട്ട് കരുതരുത് കേട്ടോ. അത് ജാതി ഇവിടെ പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി മുണ്ട കൊടുത്തേക്കണ തലയിൽ തൊപ്പി വെച്ചു. അച്ഛനും അങ്ങനെ തന്നെ. പക്ഷെ അടുത്ത് ചെന്നപ്പോഴാണ് രാവിലെ ഞാൻ പോകുമ്പോൾ കണ്ടു, തിരിച്ച് വന്നപ്പോഴും ഞാൻ കണ്ടു. അപ്പോൾ അവരുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ മനസ്സിലായത് ആ കുട്ടിയുടെ ഉപ്പയ്ക്ക് കണ്ണ് കാണില്ല. ആ കുട്ടിയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് ആ കുട്ടി പോണ വഴിയെ ഉപ്പ പുറകെ പോവുക, ബസ് സ്റ്റാൻഡിലെ കൂടിയൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഭയങ്കര വിഷമം തോന്നി എനിക്ക്. സത്യം ഭയങ്കര വിഷമം. ഇതുപോലെ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ എൻ്റെ കണ്ണി കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ആ കുട്ടിയുടെ കയ്യിലൊരു ബക്കറ്റ് ഉണ്ട്. ആ സമയത്ത് ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്കും നടന്നു വരിക, ബസ് ഇറങ്ങിയിട്ട് നടന്നു വരിക. അപ്പം അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഒരു സെക്ഷനിലേക്ക് പോയത്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായുള്ളൂ, സൂപ്പർവൈസർ വേറെ സ്ഥലത്തിട്ട് പോയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു വരിക നമ്മുടെ താമസിക്കുന്നിടത്തിട്ട്. അപ്പോൾ ഈ കുട്ടിയും ഉപ്പ എൻ്റെ മുന്നിൽ പെട്ടു. ഒരു വഴി കൂടി ഇങ്ങ് വന്ന് എൻ്റെ മുന്നിൽ കൂടെ. അപ്പം ഞാൻ ഓടി അവരുടെ അടുത്തെത്തിയിട്ട് മലയാളിയാണോ എന്ന് ചോദിച്ചു. കാരണം അടുത്തെത്തിയപ്പോൾ തലമുടിയൊക്കെ ചെമ്പിച്ചിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു മലയാളി ഹിന്ദി നോർത്ത് ഹിന്ദിയാന്ന് പറഞ്ഞു. മലയാളിയാണോ എന്ന് ചോദിച്ചു. ഹിന്ദിയാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഓക്കെ തുമാര ബാപ്പയാണോ? അതേന്ന് പറഞ്ഞു. അപ്പം കണ്ണ് കാണുള്ളതെന്ന് ചോദിച്ചില്ല, ബാപ്പയാണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മേരെ പാസ് തോടാ പൈസ. എനിക്കധികം ഹിന്ദി ഭയങ്കര ഫ്ലുവൻ്റായിട്ട് പറയാൻ പറ്റില്ലല്ലോ, നമുക്കറിയാവുന്ന പോലെ ആ സമയത്ത് വരില്ലല്ലോ ഒട്ടും, ഉള്ളതും കൂടെ. എനിക്ക് എൻ്റെ കയ്യിലുള്ളതും അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ ഒരു ചെറിയ ഒരു 20 രൂപ അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ എന്നല്ല. പക്ഷെ ആ കുട്ടിക്ക് എത്രയല്ലേ വയസ്സായിട്ടുള്ള കുട്ടിക്ക് ഭാരപ്പെട്ടൊരു ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. വേറെ ആരും വീട്ടിലില്ലായിരിക്കാം, എനിക്കറിയില്ല. ആ ഉപ്പേനെയും കൂട്ടിയ കുട്ടി ബക്കറ്റിൽ. പക്ഷെ അതൊരു നല്ല പ്രവണതയല്ല. ആ ബക്കറ്റ് കൊണ്ട് എപ്പോഴും ഒരു എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ധർമ്മം എടുത്തു പോണ ശീലം ആ കുട്ടി ശീലിച്ചു പോകും. അപ്പം അത് പ്രോത്സാഹിപ്പിക്കുകയല്ലെങ്കിൽ പോലും അവർക്ക് അന്ന് അന്നം കഴിക്കാനുള്ള പൈസ അതിലുണ്ടോ, അതിൽ മൊത്തം ചില്ലറകളാണ് കിടക്കുന്നതെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ട്. അതിലേക്കൊരു 20 രൂപ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, 20 രൂപ കൊടുത്തതല്ല, ഞാൻ പൊങ്ങച്ചായിട്ട് പറഞ്ഞതല്ല, അല്ലെങ്കിൽ വലിയ സംഭവമായിട്ട് പറഞ്ഞതല്ല. എന്നെക്കാളൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് പൈസ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചിലപ്പോൾ 50 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു തവണ 100 രൂപ വരെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ എൻ്റെ പൈസ ഉള്ളപ്പോൾ, ഇതെൻ്റെ കയ്യിൽ പൈസ കമ്മിയായതുകൊണ്ടാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവണ്ട, 5 രൂപ 10 രൂപ എടുക്കേണ്ടത് 20 രൂപ കഷ്ടമുട്ടി ഞാൻ എടുത്തിട്ട് ആ കുട്ടിയുടെ ബക്കറ്റിലേക്ക് പോയി. ഇതുള്ളൂ മേരെ പാസ് ഇത്തന എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ഒപ്പിച്ച് ചെയ്യാൻ പറഞ്ഞു. ഇതുള്ളൂ മോനെ, ഞാൻ കൊടുത്തത് പറഞ്ഞതല്ല. എനിക്ക് എൻ്റെ നെഞ്ചി തട്ടി ഒരു വിഷമമുള്ളൊരു ആ കുട്ടി ആ ബക്കറ്റ് വേഗം നീട്ടി അത് വാങ്ങിച്ചു. അപ്പം എനിക്ക് വൈകുന്നേരം അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഉപ്പയ്ക്ക് മരുന്ന് മേടിക്കാനായിരിക്കും. എന്തായാലും അദ്ദേഹത്തിന് കണ്ണ് കാണില്ല. ഞാൻ നോക്കിയപ്പോൾ കണ്ണ് കാണില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഭയങ്കര ദുഃഖം തോന്നി കേട്ടോ. ഹിന്ദിയാണ് കേട്ടോ, ആൾക്കാരെ അടുത്ത് കാണും പറയാം. അപ്പോൾ അത് ബാപ്പ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞത് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് നമുക്ക് തോന്നി.
ഓക്കെ. അപ്പം അങ്ങനെ അതൊരു കാര്യം എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ ഞാൻ. അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. ഓക്കെ. അപ്പം ഞാൻ എന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതൊക്കെ തന്നെയാണ്.